ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ആശുപത്രി അധികൃതർ. മാലിന്യമുക്ത നവകേരളത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന ഒന്നാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശൂർ കോർപ്പറേഷനാണെന്ന് മന്ത്രി എം.പി. രാജേഷ്. കെ സ്മാർട്ട് പദ്ധതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി. നവീകരിച്ച തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരം മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കോർപ്പറേറ്റ് ഫെഡറലിസം എന്നത് വാക്കുകളിൽ ഒതുങ്ങാതെ മുന്നോട്ടു പോയാൽ കേരളത്തിലും വികസനം വന്നുകൊണ്ടേയിരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പട്ടിക്കാട് കൊമ്പഴയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മുട്ടിക്കൽ ഉണ്ണികൃഷ്ണൻ, സ്വാമിനാഥൻ എന്നിവരുടെ പറമ്പിലെ തെങ്ങും വാഴയും കാട്ടാന നശിപ്പിച്ചു. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷം ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ. വാർത്തകൾ വിശദമായി. വിഖ്യാത സാഹിത്യകാരൻ M.T. വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നറിയിച്ച് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് M.T. വാസുദേവൻ നായർ. ശ്വാസതടസ്സത്തെ തുടർന്ന് ഈ മാസം 15-നാണ് M.T.യെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. M.T.യുടെ മകൾ അശ്വതി, സുഹൃത്തും സാഹിത്യകാരനുമായ M.N. കാരശ്ശേരി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട്. മന്ത്രിമാരായ A.K. ശശീന്ദ്രൻ, P.A. മുഹമ്മദ് റിയാസ് എന്നിവർ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മാലിന്യമുക്ത നവകേരളത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നതിൽ ഒന്നാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശൂർ കോർപ്പറേഷനാണെന്ന് മന്ത്രി എം.പി. രാജേഷ്. തൃശൂർ കോർപ്പറേഷൻ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് ജില്ലയിലെ പ്രഥമ CNG പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മാലിന്യമുക്ത നവകേരള പദ്ധതിയും കോർപ്പറേഷന്റെ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ പദ്ധതിയും സംയോജിപ്പിച്ച് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. മേയർ M.K. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ സ്വരാജ് റൌണ്ടും MO റോഡും ഇക്കണ്ടവാരി റോഡും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട റോഡുകളുടെ ഇരുവശവും സൌന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. പ്രതിദിനം 30 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് 1 ടൺ CNG ആക്കുന്ന ആധുനിക രീതിയിലുള്ള സംവിധാനമാണ് ശക്തൻ നഗറിൽ സ്ഥാപിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, P.K. ഷാജൻ, സാറാമ റോബ്സൺ, കരോളിൻ പെരിഞ്ചേരി, ശ്യാമള മുരളീധരൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, കൌൺസിലർമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K.K. മനോജ്, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. വിവാദങ്ങൾ മാത്രമാണ് വാർത്തയാകുന്നതെന്നും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടപ്പാക്കുന്ന നല്ല പദ്ധതികളൊന്നും വാർത്തയാകുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.P. രാജേഷ്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി M.P. രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആരും കയറി വരാതെ തന്നെ മൊബൈൽ ഫോൺ വഴി കെ സ്മാർട്ട് പദ്ധതിയിലൂടെ ഓൺലൈനായി തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള പദ്ധതി ഏപ്രിൽ മാസത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മേയർ M.K. വർഗീസ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ വകുപ്പ് മന്ത്രിയെ കോർപ്പറേഷന്റെ പരിപാടികൾക്ക് ക്ഷണിച്ചാൽ കിട്ടാറില്ലെന്നും അതിനാൽ തന്നെ പരിപാടികൾ മാറ്റേണ്ട സ്ഥിതിയാണെന്നും മേയർ പറഞ്ഞു. മന്ത്രിക്ക് വളരെ അത്യാവശ്യം എന്നോടൊന്ന് പോകണം. 4 പ്രാവശ്യം ക്ഷണിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. ഭയങ്കര തിരക്കാണ്. എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ വരാമെന്ന് പറയാം. അവസാനം ഫോൺ ചെയ്യും, എനിക്ക് അത്യാവശ്യമുണ്ട്, വരില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതേസമയം താൻ കോർപ്പറേഷന്റെ പരിപാടികൾക്ക് വരാറുണ്ടെന്നും കോർപ്പറേഷൻ അത്രയധികം പരിപാടികൾ സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാ പരിപാടികൾക്കും തനിക്ക് എത്താനാകാത്തതുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതിപ്പോ ഇന്ന് തൃശൂർ കോർപ്പറേഷന്റെ 2ാമത്തെ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മേയർ ഏതാണ്ട് ഒരു പരാതി സ്വരത്തിലാണ് പറയുന്നത് ഉദ്ഘാടനത്തിന് കിട്ടുന്നില്ല എന്ന്. ഞാൻ ഇവിടെ എത്ര ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ പിന്നെ എപ്പോഴും തൃശ്ശൂർ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അപ്പോഴാണ് ചിലപ്പോൾ ഡേറ്റ് നീണ്ടുപോകുന്നത്. കരോളിൻ പെരിഞ്ചേരി അടക്കമുള്ള കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് അടക്കമുള്ള കൗൺസിലർമാർ, വിവിധ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരേ സമയം 12 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകുന്നതാണ് കോർപ്പറേഷൻ ഓഫീസിൽ പുതുതായി സ്ഥാപിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ്. TC വിനോസ്, തൃശൂർ. ലഹരി വിമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M.P. രാജേഷ്.
എക്സൈസ് വകുപ്പിൽ സ്തുത്യർഹ സേവനം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള 2023 മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന എക്സൈസ് വകുപ്പ് മയക്കുമരുന്നിനെതിരെയും വ്യാജമദ്യത്തിനെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിനെതിരായി ബഹുമുഖമായ പോരാട്ടം സംഘടിപ്പിക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എക്സൈസിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും അണിനിരക്കേണ്ടതുണ്ട്. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ സംസ്ഥാന എക്സൈസ് സേന ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സേനയായി മാറിയതായും മന്ത്രി പറഞ്ഞു. തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ കെ പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. മയക്കുമരുന്നിന്റെ നല്ലൊരു പങ്കും സിന്തറ്റിക് ഡ്രഗിന്റെ നല്ലൊരു പങ്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന എക്സൈസിന് അതിന്റെ വേരുകൾ മുഴുവൻ കണ്ടെത്തി തടയുക എന്നത് എക്സൈസിന് മാത്രം ചെയ്യാവുന്ന ജോലിയല്ല. കോർപ്പറേറ്റ് ഫെഡറലിസം എന്നത് വാക്കുകളിൽ ഒതുങ്ങാതെ മുന്നോട്ടു പോയാൽ കേരളത്തിലും വികസനം വന്നുകൊണ്ടേയിരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുനഃസജ്ജീകരിച്ച തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെയും പുരാവസ്തു മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ടൂറിസം സാധ്യതകൾ ധാരാളമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കേന്ദ്രം മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന്റെ പ്രാധാന്യവും മൂല്യവും മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ DPR നൽകിയാൽ മാത്രമേ കേന്ദ്രത്തിന് സഹായങ്ങൾ ചെയ്യാനാകൂ. അതുണ്ടായാൽ ഉറപ്പായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. നിലവിൽ മ്യൂസിയം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കേന്ദ്രത്തിൽ ശുപാർശ ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന വാക്കുകളിൽ ഒതുങ്ങാതെ അതിന്റെ ആന്തരിക അർത്ഥത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് വന്നുകൊണ്ടേയിരിക്കും. അത് എന്റെയും നിങ്ങളുടെയും ഈ കൊച്ചു കേരളത്തിലേക്കും ഉറപ്പായിട്ടും വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേറ്റ് ഇത് മുന്നോട്ട് വെച്ച് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് കൃത്യമാണെന്ന് അളന്നെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പിന് സാധിക്കുകയാണെങ്കിൽ അവിടെ കേരളമെന്നില്ല, തമിഴ്നാടെന്നില്ല, ആന്ധ്രയെന്നില്ല, ഒറീസയെന്നുമില്ല, പദ്ധതി ജനങ്ങളുടെ സമക്ഷത്തേക്ക് വന്നിരിക്കും. പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മ്യൂസിയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പൈതൃകം സംരക്ഷിച്ച് കൂടുതൽ ജനകീയമാക്കി മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുനഃസജ്ജീകരിച്ച മ്യൂസിയത്തിലേക്ക് സന്ദർശകർക്ക് 1 മാസം പ്രവേശനം സൗജന്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. മ്യൂസിയത്തിന്റെയും കൊട്ടാരത്തിന്റെയും സമയം പ്രഭാത സായാഹ്ന നടത്തക്കാർക്കടക്കം സന്ദർശിക്കും വിധം പുനഃക്രമീകരിക്കണമെന്ന് P. ബാലചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ഡിവിഷൻ കൗൺസിലർ റജി റോയ്, കേരളം മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R. ചന്ദ്രൻപിള്ള, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E. ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരവും പുരാവസ്തു മ്യൂസിയവും ആധുനിക രീതിയിൽ പുനഃസജ്ജീകരിച്ചത്. കൊട്ടാരം വളപ്പിലെ ശക്തൻ തമ്പുരാന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ സുരേഷ് ഗോപി മ്യൂസിയവും സന്ദർശിച്ചു. TCV തൃശൂർ. പട്ടിക്കാട് കൊമ്പഴയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മുട്ടിക്കൽ ഉണ്ണികൃഷ്ണൻ, സ്വാമിനാഥൻ എന്നിവരുടെ പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി കാട്ടാന ഇറങ്ങിയത്. തെങ്ങും വാഴയും വീടിന്റെ ഗേറ്റും കാട്ടാന നശിപ്പിച്ചു. നാട്ടുകാർ ബഹളം വെച്ചാണ് കാട്ടാനയെ തുരത്തിയത്. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകരായ ശ്രീലക്ഷ്മി ഉണ്ണി, അഫ്സൽ, ABVP പ്രവർത്തകരായ ദേവജിത്ത്, സനൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോളേജിലെ ക്രിസ്തുമസ് ആഘോഷത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിയ്യൂർ പവർ ഹൌസിന് സമീപം തടിലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി മണ്ണുത്തി അഗ്രികൾച്ചർ കോളേജിന് സമീപം താമസിക്കുന്ന തനിഷ്ക് വീട്ടിൽ 21 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മതിലകം താമരക്കുളത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. SN പുരം സെന്ററിന് കിഴക്കുഭാഗം കല്ലിക്കാട്ട് അശോകന്റെ മകൻ 33 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. 10 മാസം മുമ്പായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അഖിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനവും പ്രഥമ KIRF റാങ്ക് പ്രഖ്യാപനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ നെക്സ്റ്റ് ജെൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ജനുവരി 14-15 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അക്കാദമിക് മികവിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന സംവിധാനമാണ് KIRFന്റെ പ്രഥമ റാങ്ക് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. സർവകലാശാലകളും കോളേജുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ 449 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് KIRF പ്രഥമ റാങ്കിൽ പങ്കെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് നഗരസഭ ആരംഭിച്ച രജിസ്ട്രേഷൻ കൌണ്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ദേവസ്വത്തിന്റെ വൈജയന്തി കെട്ടിടത്തിലാണ് വിവാഹ രജിസ്ട്രേഷൻ കൌണ്ടർ ആരംഭിച്ചത്. ക്ഷേത്രനടയിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് രജിസ്ട്രേഷൻ കേന്ദ്രത്തിലെത്തി ഉടൻ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനാകും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷഫീർ, A. സായിനാഥൻ, സെക്രട്ടറി H. അഭിലാഷ് കുമാർ, ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം എളവള്ളി പഞ്ചായത്തിലെ മറ്റം വാഗ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. ചേലൂർകുന്ന് പ്രദേശത്തു നിന്നുമാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ടോറസ് ലോറികൾ ചീറിപ്പായുന്നതും ലോറികളിൽ നിന്ന് ചരൽ മണ്ണ് റോഡിൽ വീണ് കിടക്കുന്നതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ചേലൂർകുന്ന് മേഖലയിലെ നാട്ടുകാരും മറ്റം വാഗ റോഡിലൂടെയുള്ള യാത്രക്കാരുമാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഏകദേശം 1 മാസം മുൻപ് BMBC ടാറിംഗ് പൂർത്തീകരിച്ച മറ്റം വാഗ റോഡിൽ മണ്ണ് കൊണ്ടുപോകുന്ന വലിയ ലോറികളിൽ നിന്നും മണ്ണും കല്ലുകളും വീണ് ചേലൂർ മുതൽ 5 കിലോമീറ്റർ ദൂരത്തോളം അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് റോഡിൽ വീണ മണ്ണുകട്ടകൾ നീക്കം ചെയ്യുന്നതിന് തൊഴിലാളികളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പരിസരത്തെ വയസ്സായവരുൾപ്പെടെ രോഗികളും പൊടിശല്യം മൂലം ദുരിതമനുഭവിക്കുകയാണ്. പോലീസിന്റെ അനുമതിയോടെ നടക്കുന്ന മണ്ണെടുപ്പിന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് എളവള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് വാഗ ആവശ്യപ്പെട്ടു. ഈ പ്രദേശം മുതലേ ഏകദേശം കൂനമച്ചി വരെ ഏകദേശം 3-4 കിലോമീറ്റർ മുഴുവൻ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. പുതിയ സംവിധാനം ഉപയോഗിച്ച് വലിയ നല്ല രീതിയിലുള്ള ഒരു റോഡ് കൂനമച്ചി മറ്റം മുതലേ പോക്കൂര് വരെ വൃത്തിയായിട്ട് പണിതൊരു റോഡാണ് ഈ കാണുന്നത്. ഏകദേശം 3 ആഴ്ചയായിട്ടുള്ളൂ. ആ റോഡിന്റെ അവസ്ഥയിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ മണ്ണുകൾ വീണുകൊണ്ട് ഇപ്പോൾ ഒരു പണിക്കാരൻ നിർത്തിയിരിക്കുകയാണ്. കൊത്തിയുമായിട്ട് പിക്കാസുമായിട്ട് ആ കാണുന്ന റോഡിലെ മുഴുവൻ മണ്ണുകളും ഇളക്കിയെടുത്ത് മാറ്റി കളയുന്ന രീതിയിൽ. TCV ന്യൂസ് പാവറട്ടി. ചാലക്കുടി നായരങ്ങാടിയിലെ LP സ്കൂളിൽ വിദ്യാർത്ഥിയെ അധ്യാപിക മൊബൈൽ ഫോൺ കൊണ്ട് തലയ്ക്കടിച്ചെന്ന് പരാതി. വിദ്യാഭവൻ സ്കൂളിലെ UKG അധ്യാപികയ്ക്കെതിരെയാണ് രക്ഷിതാക്കൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ക്ലാസ്സിൽ വികൃതി കാണിച്ച കുട്ടിയെ ബെഞ്ചിൽ ഇരുത്തുന്നതിനിടെ മൊബൈൽ അബദ്ധത്തിൽ തലയിൽ കൊള്ളുകയായിരുന്നുവെന്ന് അധ്യാപിക പറഞ്ഞു. അതേസമയം വാർത്ത പുറത്തുവന്നതോടെ പ്രധാനാധ്യാപിക അടക്കമുള്ളവർ കുട്ടിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞു. പോലീസ് പരാതി സ്വീകരിച്ചെങ്കിലും നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പുൽക്കൂടിനാണ്. സ്വയം ഉണ്ടാക്കിയും വിപണിയിൽ നിന്നും വാങ്ങിയുമാണ് പുൽക്കൂടുകൾ ഒരുക്കുന്നത്. ഉണ്ണിയേശു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ പിറന്നതിന്റെ പ്രതീകാത്മക സ്മരണയാണ് പുൽക്കൂടൊരുക്കലിന്റെ പിന്നിൽ. ദിവസങ്ങൾക്ക് മുൻപേ ഓരോരുത്തരുടെയും കലാവാസനകൾക്കനുസൃതമായി ഉണ്ടാക്കിയതോ വാങ്ങിയതോ ആയ പുൽക്കൂട് അലങ്കരിച്ച ശേഷമാണ് ക്രിസ്മസ് തലേന്ന് രൂപങ്ങൾ നിരത്തുന്നത്. യേശുവിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട സാഹചര്യം പുനരാവിഷ്കൃതമാവുകയാണ് പുൽക്കൂടൊരുക്കലിലൂടെ. മാലാഖ, ഔസേപ്പിതാവ്, മാതാവ്, രാജാക്കന്മാർ, ആട്ടിടയർ, ആട്, പശു, ഒട്ടകം, കഴുത തുടങ്ങിയ രൂപങ്ങൾ പുൽക്കൂട്ടിലും പരിസരത്തുമായി അണിനിരത്തുകയാണ് പതിവ്. പള്ളികളിൽ പാതിരായ്ക്കുള്ള തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുക. കളിമണ്ണ്, മരം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫൈബർ തുടങ്ങിയവയിലുണ്ടാക്കിയ രൂപങ്ങൾ ഇപ്പോൾ സുലഭമാണ്. മരച്ചില്ല, മുള, പനയോല, വൈക്കോൽ, ചൂരൽ തുടങ്ങിയവ കൊണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പുൽക്കൂട് ഒരുക്കലെങ്കിൽ
ഫോറക്സ് ഷീറ്റിലും മറ്റും തീർത്ത ദീപാലങ്കാര ചാരുതയാർന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഇപ്പോൾ പ്രിയം. കുളം, കുന്ന്, മരുഭൂമി, മല, ഗുഹ, നെല്ലും തിനയും മുളപ്പിച്ചുള്ള പാടം, പുൽമേട്, ഇടവഴി, കാലിത്തൊഴുത്ത് തുടങ്ങിയവ മുറ്റത്ത് കരവിരുതിൽ തീർക്കുന്ന പുൽക്കൂടൊരുക്കൽ ഇപ്പോൾ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പാഴ്വസ്തുവായ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പന്തീരായിരം ഉപയോഗശൂന്യമായ പേനകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ കുപ്പികളുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഗുളികകളുടെ കവറുകൾ, പ്ലാസ്റ്റിക് ചാക്കുകളുടെ ഇഴകൾ എന്നിവയാണ് ക്രിബ് നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തത്. വിദ്യാർത്ഥികൾ ശേഖരിച്ച വസ്തുക്കളിൽ ഒരു ഭാഗം മാത്രമാണ് ക്രിബിനായി വേണ്ടി വന്നിട്ടുള്ളത്. വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ വിവിധ നിറത്തിലുള്ള വെള്ളം നിറച്ചത് ആകർഷകമായി. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുന്ന ശീലം ഇല്ലാതാവണമെന്നും ക്രിസ്മസിന്റെ ഭാഗമായി ഒരുക്കിയ ക്രിബ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമെന്നും കോർഡിനേറ്റർ ഡോണൽ ഡി സിൽവ പറഞ്ഞു. TCV ന്യൂസ്, മാള. TCV ഓഫീസിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസർ, ഡയറക്ടർമാരായ ജേക്കബ് ജെറോം, മണി ആറാട്ടുപുഴ, MP തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 3ാം പാദ അവലോകന യോഗം തൃശൂരിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ അയ്യന്തോൾ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിലാണ് ദിശായോഗം നടന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിവിധ വകുപ്പുകളുടെയും പദ്ധതികളുടെയും ജില്ലാതല മേധാവികൾ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിൽ ശുപാർശ ചെയ്ത 11 പദ്ധതികളിൽ 1 ഭരണാനുമതി ലഭിച്ചതായി യോഗത്തിൽ അറിയിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് മിഷൻ ഉൾപ്പെടെ 23 പദ്ധതികളുടെ അവലോകനമാണ് നടന്നത്. അരിമ്പൂർ 4ാം കല്ല് ശാന്തി നഗറിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചു. പഞ്ചായത്ത് കിണറ്റിലെ കോളിഫോം ബാക്ടീരിയ അടങ്ങിയ വെള്ളം ഉപയോഗിക്കേണ്ട ഗതികേടിൽ 15 കുടുംബങ്ങൾ. ഒരാഴ്ചയിലധികമായി കുടിവെള്ളം ലഭിക്കാത്ത അരിമ്പൂർ 4ാം കല്ല് ശാന്തിനഗർ നിവാസികളാണ് കോളിഫോം അടങ്ങിയ പഞ്ചായത്ത് കിണറ്റിലെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ നടക്കുന്നതിനാൽ ഇവിടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് 8 ദിവസം പിന്നിട്ടു. വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എൻ്റെ പേര് വേണി. ഞങ്ങൾക്ക് ഇവിടെ 8 ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ല. വാട്ടർ അതോറിറ്റിയിലേക്കും അധികാരികൾക്കൊക്കെ വിളിച്ചു. ഒരു ഇതും ഉണ്ടായില്ല, വെള്ളം കിട്ടിയില്ല. ഇന്ന് വരെയും ഇല്ല വെള്ളം. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് ശരിക്കും ഇല്ല. ഇവിടെയുള്ള 15 കുടുംബങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാനായി പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതിനാൽ കുടിക്കാനോ പാചക ആവശ്യത്തിനോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കാത്തതിനാൽ കിണർ ശുചീകരണവും നടന്നിട്ടില്ല. വസ്ത്രങ്ങൾ കഴുകുന്നതിനും പാത്രം കഴുകുന്നതിനുമായി ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം ഗതികേടുകൊണ്ട് കുടിവെള്ളമായി ഉപയോഗിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു. ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അപ്പോൾ ആ പഞ്ചായത്ത് കിണറിലെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല. കക്കൂസ് മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുടിക്കാൻ യോഗ്യമല്ല എന്നുള്ളത് ഹോസ്പിറ്റലിലെ അധികൃതർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടാതെ അവർക്ക് ഒരിക്കലും അവിടെ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതേസമയം കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം പ്രദേശവാസികൾ അറിയിച്ചിട്ടില്ലെന്ന് വാർഡംഗം സുധാ സദാനന്ദനും ജനങ്ങളുടെയോ വാർഡംഗത്തിന്റെയോ ഭാഗത്തുനിന്ന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷും വ്യക്തമാക്കി. വെള്ളം കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ള വാർത്ത ഞങ്ങളെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ഞങ്ങളതിൽ ഇടപെടുമായിരുന്നു. വാർഡ് മെമ്പറോ സമീപവാസികളോ ഞങ്ങളത് അറിയിച്ചിട്ടില്ല. TCV ന്യൂസ്, തൃശൂർ.
ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ റിജി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ, എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ TG ബിജു, M ഷാജു ലോനപ്പൻ, റെക്സ് തോമസ്, ചാലക്കുടി എംപ്ലോയ്മെന്റ് ഓഫീസർ ഷൈനി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. മേള ഈ മാസം 30-ന് സമാപിക്കും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി KN വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PS സജീവൻ, സ്വാഗത സംഘം ചെയർമാൻ VV ശശികുമാർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് തൃശൂർ മഹാനഗർ സംഘ് ചാലക് പ്രൊഫസർ PV ഗോപിനാഥൻ, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. അടിസ്ഥാനപരമായിട്ട് കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് 1980 ചന്ദ്രചൂഡിന്റെ വിധിയിലൂടെ നിർവഹിക്കാൻ കഴിയാത്ത പ്രായത്തെ വേതനമാണ്. അല്ലാതെ ഒരു സർക്കാരിന്റെ ഔദാര്യം ചെയ്യുമ്പോൾ അർഹതപ്പെട്ടതോടെ പെൻഷൻ. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടുനിൽക്കുന്ന നൃത്തോത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാൾ കലാമണ്ഡലം പത്മിനി ഭദ്രദീപം കൊളുത്തി നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കാവ്യ ജയറാം, ഭാവയാമി, ശാലിനി, ശ്യാം തുടങ്ങിയവർ അവതരിപ്പിച്ച ഭരതനാട്യവും മോഹിനിയാട്ടവും അരങ്ങേറി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് വിപണന മേളയ്ക്ക് കളക്ടറേറ്റ് അങ്കണത്തിൽ തുടക്കമായി. വിപണനമേള ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം കേക്കുകൾ, ചിപ്സുകൾ, സ്കാഷുകൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ്. മേള 24-ന് സമാപിക്കും. ഇനി വാണിജ്യം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂണിന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി 10 ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സലൂൺ ശൃംഖലയായ ടുലിപ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും തെരഞ്ഞെടുത്തത്. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഒന്നാം സമ്മാനമായി 5 പേർക്ക് 10,000 രൂപ വീതവും രണ്ടാം സമ്മാനമായി 5 പേർക്ക് 5,000 രൂപ വീതവും നൽകി. കൂടാതെ കേക്കുകളും വിതരണം ചെയ്തു. മരിയ, മനീഷ, ഡിനിൽ, അനൂപ്, പ്രജിത എന്നിവർ 1ാം സ്ഥാനത്തിനും അസീം, സജി, ദീപ, റീന, പ്രീത എന്നിവർ 2ാം സ്ഥാനത്തിനും അർഹരായി. ടുലിപ്സിൽ 23 വർഷമായി ജീവനക്കാരനായ റഫീഖും 18 വർഷമായി ജീവനക്കാരിയായ ഷീനയും ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ടുലിപ്സ് ബ്യൂട്ടി സലൂൺ മാനേജിംഗ് ഡയറക്ടർ ഷിബുകുമാർ, പാർട്ട്ണർമാരായ അനന്തു ചന്ദ്രൻ, GR റഹ്ന, റഹ്മാൻ, മാനേജർമാരായ സബിത, മോഹിത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടുലിപ്സ് ബ്യൂട്ടി സലൂൺ 27 ശാഖകളുമായി മുന്നേറുകയാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,030 രൂപ, പവന് 56,240 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,196 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ആശുപത്രി അധികൃതർ.
മാലിന്യമുക്ത നവകേരളത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന ഒന്നാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശൂർ കോർപ്പറേഷനാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കെ സ്മാർട്ട് പദ്ധതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി. നവീകരിച്ച തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരം മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കോർപ്പറേറ്റ് ഫെഡറലിസം എന്നത് വാക്കുകളിൽ ഒതുങ്ങാതെ മുന്നോട്ടു പോയാൽ കേരളത്തിലും വികസനം വന്നുകൊണ്ടേയിരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പട്ടിക്കാട് കൊമ്പഴയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മുട്ടിക്കൽ ഉണ്ണികൃഷ്ണൻ, സ്വാമിനാഥൻ എന്നിവരുടെ പറമ്പിലെ തെങ്ങും വാഴയും കാട്ടാന നശിപ്പിച്ചു. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം, 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷം ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.